ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസങ്ങളായിട്ട് ഉണ്ട് കേട്ടോ ഒരു കമൻറ്റ് വരുന്നത് ബ്ലാക്ക് പെയിൻറ്റ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലാക്ക് പെയിൻറ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറഞ്ഞിട്ട് എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്നുണ്ട് കേട്ടോ. രേഷ്മ സാഗർ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കുറേ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മെത്തേഡല്ല കേട്ടോ, ഒരുപാട് മെത്തേഡ്സിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അതിനായിട്ട് എടുക്കുന്നത് പേസ്റ്റാണ്, ഒരു മെത്തേഡിന് എടുക്കുന്നത് കേട്ടോ. നമ്മൾ പല്ലൊക്കെ തേക്കുന്ന പേസ്റ്റ് ഇല്ലേ, അതാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ക്രീമാണ് കേട്ടോ. ഈ ഒരു ക്രീം കുറച്ച് എക്സ്പയർ ആയി പോയിട്ടുള്ള ക്രീം ആയതുകൊണ്ട് തന്നെ അത് അത്രയും സ്മൂത്ത് അല്ല കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ലോഷനാണ് കേട്ടോ, അതായത് നമ്മുടെ ബോഡി ലോഷൻ ഉണ്ടല്ലോ, നമ്മളുടെ മേത്തൊക്കെ തേക്കുന്ന ലോഷനില്ലേ, അതാണ് കേട്ടോ. അതായത് ഈ ഒരു സംഭവമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ ചെയ്ത പോലെ നമ്മുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഫേസ് പൗഡർ. അപ്പോൾ ഈ ഒരു പൗഡറിന് പകരമായിട്ട് നമുക്ക് POP പൗഡർ, വൈറ്റ് സിമൻറ്റ്, അതുപോലെ തന്നെ ടൈലിൻ്റെ ഇടയിലിടുന്ന ആ ഒരു പൊടിയില്ലേ, അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചോക്ക് പൊടിച്ചിട്ട് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ പൗഡറിന് പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലോട്ടൊക്കെ ഗ്ലൂ ചേർത്ത് കൊടുക്കുകയാണ്. പൗഡർ ആകുമ്പോൾ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ഗ്ലൂ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ബാക്കി എല്ലാത്തിലും കുറേശ്ശെ ഓൾറെഡി ഒരു ബൈൻഡിങ് ഏജൻറ്റ് ഈ ക്രീമിലായാലും പേസ്റ്റിലായാലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ലോഷനിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആക്രിലിക് പെയിൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതിലോട്ട് ആക്രിലിക് പെയിൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതാ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിന് വേണ്ടി കളറാക്കാൻ വേണ്ടിയിട്ട് ഐലൈനറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും എക്സ്പയർ ആയിപ്പോയി ഐലൈനറാണ്, കുറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇങ്ക് ഉണ്ടല്ലോ, പെന്നിലൊക്കെ ഒഴിക്കുന്ന ഇങ്കില്ലേ, ആ ഇങ്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഇങ്ക് നമ്മുടെ ഈ ഒരു പൗഡറിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഇങ്ക് മറ്റൊന്നിലും ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ക് ലിക്വിഡ് ഫോമിലല്ലേ, അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെയിൻറ്റ് ഭയങ്കര ലൂസാവും. പൗഡറിലാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഇങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് പെന്നുണ്ടല്ലോ, പെന്നിൻ്റെ റീഫിൽ എടുത്തിട്ട് അതിൻ്റെ എഴുതുന്ന നിബ്ബില്ലേ, അത് റിമൂവ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ബ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ക് പുറത്തോട്ട് വരില്ലേ, അത് യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം. ലിക്വിഡ് ഇങ്ക് ആണെങ്കിൽ പൗഡറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലും നമ്മുടെ ഫേസ് ക്രീമിൽ നമ്മൾ ഐലൈനറാണ് യൂസ് ചെയ്തത് കേട്ടോ. പക്ഷെ അതൊരു പ്രശ്നം പറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രീം ഒരു സാൻഡിൽ കളറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കളർ ഇട്ടിട്ടും ഒരു കറക്റ്റ് ബ്ലാക്ക് കളർ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, വൈറ്റ് ക്രീം ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി, എന്നാലാണ് നമുക്ക് കറക്റ്റ് ബ്ലാക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പേസ്റ്റ് നല്ല ഭംഗിയുണ്ട്, മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലോഷനും അതേപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ആക്രിലിക് കളറൊക്കെ അല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ പൗഡറും ഇതും ചേർത്തതും നന്നായിട്ട് വരുന്നുണ്ട്. ഇങ്ക് ഒഴിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ലിക്വിഡ് ഫോം ആയിട്ടോ, അപ്പോൾ കുറച്ചുകൂടെ പൗഡർ ഞാനതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ മെത്തേഡ് നമുക്കിനി ബോട്ടിലൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ലോഷൻ്റെ ചെയ്യുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പേസ്റ്റും നന്നായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൗഡറും അതുപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്രീം ഉണ്ടല്ലോ, ഫേസ് ക്രീം, അത് അത്രയും അങ്ങോട്ട് വന്നില്ല കേട്ടോ. ഒരു ഗ്രേ കണ്ടോ, ഒരു ഗ്രേ ഷെയ്ഡാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ പെയിൻറ്റ് ബോട്ടിലിൽ സ്പോഞ്ച് വെച്ച് ചെയ്താണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ എനിക്കിപ്പോൾ സമയമില്ല, കുറച്ച് തിരക്കിലാണ്, എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്, ജോലിയുടെ തിരക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കുറേ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ചെയ്യുക, അതല്ലെങ്കിൽ പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പെയിൻറ്റ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണെങ്കിൽ അത് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബോട്ടിലിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലോട്ടാണ് കേട്ടോ ഇട്ട് വെച്ചത്. ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ വർക്കൊക്കെ ചെയ്യാൻ സമയത്തല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബോട്ടിലിനകത്തിട്ടിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇരിക്കും, നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.